പിന്നെ എന്നെ അറിയായിരിക്കും. ഇല്ല, ഞാൻ തോറ്റ MLA ആണ്. ഒന്നാം സ്ഥാനത്ത് എത്തും തന്നെയായിരുന്നു പ്രതീക്ഷ. 8 നില പൊട്ടി. ആരും ഫോൺ വിളിക്കുന്നില്ല, ഡേറ്റും ചോദിക്കുന്നില്ല. ഞാൻ പല സ്ഥാനാർത്ഥികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർ ആ വർക്ക് ചെയ്യുന്ന അവരുടെ ആ ഒരു കഴിവ് നമ്മൾ അംഗീകരിക്കാൻ തന്നെ വേണം. കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ, കുറെയൊക്കെ ഭാഗ്യം കൂടി വേണം. ചക്ക അടയാളത്തിൽ ചേച്ചി ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ചേച്ചിക്ക് കിട്ടിയത് 4000 വോട്ടാണ്. മോനെ കൊള്ളിക്കല്ലേ. ചക്ക എന്ന് പറയുന്ന ചിഹ്നം എല്ലാവരിലേക്കും ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. ചക്കയുടെ ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തുക, ചക്കയുടെ ചിഹ്നത്തിൽ വിജയിപ്പിച്ചു തരണം. അപ്പൊ ഞാൻ ജയിച്ചു വരാം. 12 ആനി അതിന്റെ തോറ്റും തരാന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് ഞാനില്ല, പോയോടത്തോളം മതിയായി. നല്ല റെസ്പോണ്ട് ആയിരുന്നു. കാരണം 30,000 വോട്ട്സ് കിട്ടുക, എന്നെ പോലത്തെ ഒരു പുതിയ ആൾക്ക് കിട്ടുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമാണ്. മോളെ പ്രീതാംബര, നേരത്തെ സ്കൂട്ട് ചെയ്തതുകൊണ്ട് നിന്റെ മാനം പോയില്ല. മത്സരിച്ച് തോക്കാനും വേണം ചക്കരയെ ഒരു യോഗം. ഞാൻ ഇതിനു മുമ്പുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയപ്പോൾ അതിൽ നിന്നും ഏറെ ഗ്രാഫ് വ്യത്യാസമുണ്ട് ഇപ്രാവശ്യം വോട്ട് കിട്ടിയില്ല. പ്രേക്ഷകർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, ബ്രില്യന്റ് ആയതുകൊണ്ടാവാം. അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ 30,000 വോട്ടും എനിക്ക് പുതിയ വോട്ടുകളാണ്. മറ്റാർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ഉയരത്തിൽ ഞാൻ എത്തിക്കഴിഞ്ഞു എന്നതിന്റെ തെളിവായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ 30,000 വോട്ടും എനിക്ക് പുതിയ വോട്ടുകളാണ്. റൊഡാലിയോ മൊട്ടയടിച്ചപ്പോ എല്ലാവർക്കും ഓഹോ, ഇന്ത്യയിൽ ആദ്യമായി വട്ടോളി മൊട്ടയടിപ്പിച്ചപ്പം ആഹാ. വീണ്ടും അവർ നമ്മളെ വിശ്വസിച്ച് അല്ലെങ്കിൽ എന്നെ അക്സെപ്റ്റ് ചെയ്ത ഒരു 30,000 പേര് വന്നു എന്നുള്ളതാണ് സത്യം. അതെ, ആർക്കും വേണ്ടാത്തവനെ ഞങ്ങൾക്ക് വേണം. നിന്നെ ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കില്ല. രാഷ്ട്രീയത്തിലും അതുപോലെ 2020 ഭാഗമായി ഇനിയും ഉണ്ടാവും. എങ്ങനെയാണ്? തീർച്ചയായിട്ടും നമ്മൾ കണക്കിന് പോയാൽ മുതലാളിക്ക് മരണം വരെ ഷട്ടിടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ല, ഷട്ടിട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല. അത്രയും തുണിയുടെ പൈസ മുതലാളിക്ക് ലാഭിക്കാമല്ലോ അല്ലേ? എല്ലാ കാര്യത്തിലും വളരെ തൃപ്തിയുണ്ട്. ഈ ഒരു പുതിയൊരു അനുഭവം കൂടിയായിരുന്നു. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് എനിക്കതൊരു പുതിയ അനുഭവമാണ്. പ്രേക്ഷകരുടെ കണ്ണിലുണ്ണിയല്ലേ ഞാനിപ്പോ. അത് പലരുടെയും ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും ഇനിയിപ്പോൾ അഞ്ജലി നായർ നടി മാത്രമല്ല, അതിനപ്പുറമായിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തിയായിട്ട് കാണാൻ പറ്റും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എനിക്കും കളിച്ചിരിച്ച് നിൽക്കാനുള്ള സമയമൊന്നുമില്ല. സ്നേഹപ്രതിനിധി 2ാം ഘട്ടത്തിലേക്ക് ഞാൻ വരട്ടെ.